സംസ്ഥാനത്ത് വീണ്ടും നിപ ബാധയെന്ന് സംശയം. മലപ്പുറത്ത് 15-കാരനെ രോഗലക്ഷണങ്ങളോടെ കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. നിപ പ്രോട്ടോകോൾ പാലിക്കാൻ ആരോഗ്യവകുപ്പ് നിർദ്ദേശിച്ചു. കുട്ടിയുടെ സ്രവം പരിശോധനയ്ക്ക് അയച്ചു. കർണാടക അങ്കോള ശിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ കോഴിക്കോട് സ്വദേശിനി അർജുനായുള്ള തിരച്ചിൽ പുനരാരംഭിച്ചു. റഡാർ അടക്കം എത്തിച്ചാണ് പരിശോധന. സൂറത്ത് കൽ NITയിൽ നിന്നുള്ള സംഘമാണ് പരിശോധനയ്ക്ക് എത്തിയത്. തെരച്ചിലിനായി സൈന്യത്തെ നിയോഗിക്കണമെന്ന് അർജുന്റെ ബന്ധുക്കൾ ആവശ്യപ്പെട്ടു. സംസ്ഥാനത്ത് ഇന്ന് വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത. കാസർഗോഡ്, കണ്ണൂർ, വയനാട്, കോഴിക്കോട് ജില്ലകളിൽ യെല്ലോ അലർട്ട്. കേരള തീരത്ത് ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യത. പാലക്കാട് കരിമ്പ പനിയാമ്പാടത്ത് 3 വാഹനങ്ങൾ കൂട്ടിയിടിച്ച അപകടം. ഇന്ന് രാവിലെ 7 മണിയോടെയാണ് അപകടമുണ്ടായത്. കാറും ബസ്സും ലോറിയും കൂട്ടിയിടിക്കുകയായിരുന്നു. പരിക്കേറ്റവരെ സമീപത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കോട്ടയം തിരുവാതുക്കലിൽ നിയന്ത്രണം നഷ്ടപ്പെട്ട ഓട്ടോ തലകീഴായി മറിഞ്ഞ് വൈക്കം സ്വദേശി മരിച്ചു. വൈക്കം ഇടയാഴം സ്വദേശി ഷഹാസ് ആണ് മരിച്ചത്. കൂടെയുണ്ടായിരുന്ന സുഹൃത്തുക്കളായ അഖിൽ, അക്ഷയ് എന്നിവർക്ക് പരിക്കേറ്റു. ഇവരെ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലവും സംഘടനാ വിഷയങ്ങളും ചർച്ച ചെയ്യുന്നതിനായി CPI തൃശൂർ ജില്ലാ പ്രവർത്തക യോഗം ഇന്ന് ചേരും. ബൂത്ത് തലം മുതലുള്ള നേതാക്കൾ പങ്കെടുക്കുന്ന യോഗം സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ഉദ്ഘാടനം ചെയ്യും. തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനത്തിന് ശേഷം നടന്ന പാർട്ടി കമ്മിറ്റികളിൽ സർക്കാരിനും മുഖ്യമന്ത്രിക്കുമെതിരെ രൂക്ഷ വിമർശനങ്ങൾ ഉയർന്നിരുന്നു. തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ നേരിട്ട കനത്ത പരാജയം സംബന്ധിച്ചും തൃശൂർ മേയറുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും യോഗത്തിൽ ചർച്ചയാക്കുമെന്നും സൂചന. മലപ്പുറം ചങ്ങരക്കുളം ചിയ്യാനൂരിൽ വീട്ടമ്മയെ ആക്രമിച്ച് സ്വർണ്ണമാല കവർന്നതായി പരാതി. ചിയ്യാനൂർ സ്വദേശി നട്ടപ്പറമ്പിൽ മണികണ്ഠന്റെ ഭാര്യ പ്രമീളയുടെ 4.5 പവൻ മാല 2 പേരടങ്ങുന്ന സംഘം കവർന്നതായാണ് പരാതി. മോഷ്ടാക്കളുടെ അക്രമത്തിൽ പരുക്കുപറ്റിയ പ്രമീളയും മകൻ മിഥുനും ചങ്ങരംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ. ചങ്ങരംകുളം പോലീസ് അന്വേഷണം ആരംഭിച്ചു. തൃശൂർ മറ്റം പന്നിശ്ശേരിയിൽ മണ്ണിടിച്ചിലിനെ തുടർന്ന് വീട് ഭാഗികമായി തകർന്നു. പന്നിശ്ശേരി സ്വദേശി ജ്യോതി ബോസിന്റെ വീടാണ് ഭാഗികമായി തകർന്നത്. കഴിഞ്ഞ ദിവസം പെയ്ത മഴയിൽ വീടിന്റെ പുറകുവശത്തെ കുന്നിന്റെ ഒരു ഭാഗം ഇടിഞ്ഞു വീഴുകയായിരുന്നു. അപകട സമയം വീട്ടിൽ ആളുണ്ടായിരുന്നെങ്കിലും ആരും പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജിന്റെ ക്യാമ്പസ് ഉൾപ്പെടുന്ന ഭൂമിയിലെ കുന്നാണ് ഇടിഞ്ഞു വീണത്. അപകടത്തെ തുടർന്ന് വില്ലേജ് റവന്യൂ ഉദ്യോഗസ്ഥർ സ്ഥലം സന്ദർശിച്ചു. തൃശൂർ പുത്തൂർ റോഡ് വികസനവുമായി ബന്ധപ്പെട്ട് നിർമ്മിക്കുന്ന പുത്തൂർ സമാന്തര പാലത്തിന് ഭൂമി വിട്ടു നൽകിയവർക്കുള്ള നഷ്ടപരിഹാര തുക വിതരണം ചെയ്തു. റോഡിന്റെ വീതി കൂട്ടാൻ തീരുമാനിച്ചത് പുത്തൂർ സുവോളജിക്കൽ പാർക്കിലേക്കുള്ള യാത്ര സുഗമമാക്കുന്നതിന് വേണ്ടി. പുത്തൂർ പാലത്തിന് സമാന്തരമായി മറ്റൊരു പാലം നിർമ്മിക്കേണ്ട ആവശ്യകത അനിവാര്യമായ സാഹചര്യത്തിലാണ് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാൻ സാധിച്ചതെന്ന് മന്ത്രി കെ രാജൻ. 9.70 കോടി ചെലവിലാണ് പുതിയ പാലം നിർമ്മിക്കുന്നതെന്നും മന്ത്രി. വിദ്യാഭ്യാസ മേഖലയെ തകർക്കുന്ന സമീപനമാണ് സംസ്ഥാന സർക്കാരിന്റേതെന്ന് ആരോപിച്ച ABVP പ്രവർത്തകരുടെ പ്രതിഷേധ സമരം. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി R. ബിന്ദുവിന്റെ ഇരിങ്ങാലക്കുടയിലെ ഓഫീസിലേക്കായിരുന്നു മാർച്ച്. ഇരിങ്ങാലക്കുട ബോയ്സ് സ്കൂൾ പരിസരത്ത് നിന്നും ആരംഭിച്ച മാർച്ച് പോലീസ് ബാരിക്കേഡ് ഉയർത്തി തടഞ്ഞു. ബാരിക്കേഡുകൾ മറിച്ചിടാൻ ശ്രമിച്ച പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി.
തൃശൂർ പുതുക്കാട് സെന്ററിലെ ഹോട്ടലിൽ നിന്ന് വൻതോതിൽ നിരോധിത ലഹരി വസ്തുക്കൾ പിടികൂടി. പ്രതികളെ പോലീസ് അറസ്റ്റ് ചെയ്തു. 23 കഞ്ചാവ് മിഠായി, 650 പാക്കറ്റ് നിരോധിത പുകയില ഉത്പന്നങ്ങൾ, 2 ചാക്ക് പാൻ മസാല, 100ഓളം പാക്കറ്റ് വ്യാജ സിഗരറ്റ് എന്നിവയാണ് പോലീസ് പിടിച്ചെടുത്തത്. രാത്രിയും പകലും പ്രവർത്തിക്കുന്ന ചായക്കടയുടെ മുകളിലുള്ള മുറിയിൽ ഒളിപ്പിച്ച നിലയിലായിരുന്നു ലഹരി വസ്തുക്കൾ. അന്വേഷണം വിദ്യാർത്ഥികൾക്കും ഇതര സംസ്ഥാന തൊഴിലാളികൾക്കും വിൽപ്പന നടത്തുന്നുണ്ടെന്ന രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ. ഫിലിം റിപ്പബ്ലിക് ഫിലിം ഫെസ്റ്റിവലിന്റെ ഭാഗമായ അക്കാദമി അവാർഡുകൾ അപേക്ഷകൾ സ്വീകരിച്ചു തുടങ്ങി. ഷോർട്ട് ഫിലിമുകൾ, ഡോക്യുമെന്ററികൾ, ആനിമേഷൻ ഫിലിമുകൾ എന്നീ വിഭാഗങ്ങളിലായാണ് സബ്മിഷൻ. 8 ലക്ഷം രൂപയുടെ ക്യാഷ് അവാർഡുകളാണ് വിജയികളെ തേടിയെത്തുന്നത്. കോഴിക്കോട് കക്കയം ഡാമിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. കുറ്റ്യാടി ജലവൈദ്യുത പദ്ധതിയുടെ ഭാഗമായി കക്കയം ഡാമിലെ ജലനിരപ്പ് 757.50 മീറ്ററായി ഉയർന്നതിനെ തുടർന്ന് ഡാമിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചതായി എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ അറിയിപ്പ്. ഡാമിലെ ജലനിരപ്പ് പരമാവധി ജലനിരപ്പായ 788.5 മീറ്ററിൽ എത്തുന്ന മുറയ്ക്ക് അധിക ജലം തുറന്നുവിടും. ക്ഷേമ പെൻഷൻ കുടിശ്ശികയിൽ കുറച്ചെങ്കിലും വിതരണം ചെയ്യുന്ന കാര്യം പരിഗണിച്ചുകൂടെയെന്ന് സംസ്ഥാന സർക്കാരിനോട് ഹൈക്കോടതി. പെൻഷൻ തുടർച്ചയായി മുടങ്ങുന്നത് ചോദ്യം ചെയ്ത് ഇടുക്കി അടിമാലി സ്വദേശി മറിയക്കുട്ടി ഉൾപ്പെടെയുള്ളവർ നൽകിയ ഹർജിയിലാണ് ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് എ മുഹമ്മദ് മുഷ്താഖ്, ജസ്റ്റിസ് എസ് മനു എന്നിവരടങ്ങുന്ന ഡിവിഷൻ ബെഞ്ചിന്റെ പരാമർശം. കേന്ദ്രത്തിൽ നിന്ന് കിട്ടാനുള്ള വിഹിതവും വിവിധ ഇനങ്ങളിലുള്ള സെസ്സും കൂട്ടിയിട്ടും കുടിശ്ശിക പെൻഷൻ വിതരണം ചെയ്യുന്നില്ലെന്നായിരുന്നു ഹർജിക്കാരുടെ വാദം. ഹർജി തുടർന്ന് 30-ന് വീണ്ടും പരിഗണിക്കാനായി മാറ്റി. കാരി ബലാത്സംഗം ചെയ്ത കേസിൽ 19കാരൻ പിടിയിൽ. അറസ്റ്റിലായത് കോട്ടയം ഉദയനാപുരം സ്വദേശി അമൽ കൃഷ്ണ. ഏതാനും മാസങ്ങൾക്ക് മുൻപാണ് പെൺകുട്ടിയെ അമൽ സമൂഹമാധ്യമത്തിലൂടെ പരിചയപ്പെടുന്നത്. പിന്നീട് ബന്ധം സ്ഥാപിച്ച് പീഡിപ്പിക്കുകയായിരുന്നു. കോഴിക്കോട് താമരശ്ശേരി ഈങ്ങാപ്പുഴയിൽ റബ്ബർ പുകപ്പുര കത്തിനശിച്ചു. വേണ്ടേക്കും ചാലിൽ റൂബി ക്രഷറിന് സമീപത്ത് വയനാട് സ്വദേശി കളിക്കാട്ടിൽ മാത്യുവിന്റെ ഉടമസ്ഥതയിലുള്ള റബ്ബർ പുരയ്ക്കാണ് തീപിടിച്ചത്. മുക്കത്ത് നിന്നും ഫയർഫോഴ്സ് എത്തി തീ അണച്ചു. കുവൈറ്റ് തീപിടുത്തത്തിൽ മരിച്ച ലിയോ ലൂക്കോസിന്റെ കൊല്ലം വെളിച്ചിക്കാലയിലെ വീട്ടിലെത്തി മന്ത്രിമാരായ KN ബാലഗോപാൽ, ചിഞ്ചുറാണി. ആശ്രിതർക്ക് ധനസഹായം കൈമാറി. MLA GS ജയലാൽ, കളക്ടർ ദേവിദാസ് എന്നിവരും മന്ത്രിമാർക്കൊപ്പം എത്തി. മലയാളികൾ കാത്തിരിക്കുന്ന കൊച്ചി ബംഗളൂരു വന്ദേ ഭാരത് എക്സ്പ്രസ് സർവീസ് ഉടൻ ആരംഭിക്കും. സർവീസ് പ്രായോഗികമാണെന്ന് ഓപ്പറേഷൻ മെക്കാനിക്കൽ വിഭാഗങ്ങൾ ദക്ഷിണ റെയിൽവേക്ക് റിപ്പോർട്ട് കൈമാറി. ആഴ്ചയിൽ 3 ദിവസം വരെ സർവീസ് നടത്താൻ നിർദ്ദേശം. കേരളത്തിൽ എറണാകുളത്തിന് പുറമെ തൃശൂർ, പാലക്കാട് ജംഗ്ഷൻ എന്നിവിടങ്ങളിലേക്കാകും സ്റ്റോപ്പുകൾ. ഓണത്തിന് മുൻപ് തന്നെ വന്ദേ ഭാരത് സർവീസ് ആരംഭിക്കാൻ ലക്ഷ്യമിട്ട് റെയിൽവേ.
കൊച്ചി സ്മാർട്ട് സിറ്റിയിലെ ലുലുവിന്റെ വമ്പൻ ടവറുകൾ ലക്ഷ്യമാക്കി രാജ്യാന്തര കമ്പനികൾ. ഓക്യുപ്പൻസി സർട്ടിഫിക്കറ്റിനുള്ള പ്രാരംഭ അനുമതി ലുലു ടവറുകൾക്ക് ലഭിച്ചു. കമ്പനികളുമായുള്ള ലീസ് എഗ്രിമെന്റ് ഉടൻ ഒപ്പുവെച്ചു തുടങ്ങും. ബൃഹത്തായി ഈ പദ്ധതിയുടെ ചെലവ് കണക്കാക്കുന്നത് 1500 കോടി. ഇതോടെ കൊച്ചിയിൽ തുറക്കുന്നത് ഇന്ത്യയിലെ ഏറ്റവും സുസജ്ജമായ IT പാർക്ക്. വയസ്സിൽ PhD പൂർത്തിയാക്കി ISRO തലവൻ S. സോമനാഥ്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി മദ്രാസിന്റെ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് വിഭാഗത്തിൽ നിന്നാണ് PhD പൂർത്തിയാക്കിയത്. ഇന്ത്യൻ ശാസ്ത്ര വളർച്ചയ്ക്ക് അദ്ദേഹം നൽകിയ സംഭാവനകളെയും ഇന്ത്യയുടെ 3ാമത്തെ ആളില്ലാ ചന്ദ്രദൌത്യം വിജയകരമായി വിക്ഷേപിച്ചതിൽ പ്രധാന പങ്ക് വഹിച്ചതിനെയും പരിഗണിച്ചാണ് IIT മദ്രാസ് ഡോക്ടറേറ്റ് നൽകിയത്. ഇന്ദ്രജിത്ത് അനശ്വര രാജൻ ചിത്രം മിസ്റ്റർ ആൻഡ് മിസസ് ബാച്ചിലറിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ റിലീസ് ചെയ്തു. ഓഗസ്റ്റ് 23-ന് ചിത്രം തിയേറ്ററുകളിലെത്തും. അനശ്വര രാജനും ഇന്ദ്രജിത്തും ഒന്നിക്കുന്ന ആദ്യ ചിത്രം റൊമാന്റിക് കോമഡിയായാണ് ഒരുക്കിയിരിക്കുന്നത്. ആലപ്പുഴ കോമളപുരം ലൂഥറൻ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് ഭക്ഷ്യവിഷബാധ. 24 കുട്ടികളെയാണ് ശാരീരിക ബുദ്ധിമുട്ടുണ്ടായതിനെ തുടർന്ന് ജില്ലാ ആശുപത്രിയിലും WNC ആശുപത്രിയിലും എത്തിച്ചത്. വിദ്യാർത്ഥികൾക്ക് പ്രാഥമിക ചികിത്സ നൽകിയ ശേഷം വിട്ടയച്ചു. ഉച്ചയ്ക്ക് വിതരണം ചെയ്ത ഭക്ഷണത്തിൽ നിന്നാകാം രോഗമുണ്ടായതെന്ന് സംശയം. സംഭവത്തിൽ ആരോഗ്യവകുപ്പും വിദ്യാഭ്യാസ വകുപ്പും അന്വേഷണം നടത്തും. +1 സീറ്റ് വിഷയത്തിൽ മണ്ണാർക്കാട് AEO ഓഫീസിലേക്ക് MSF നടത്തിയ മാർച്ചിൽ പോലീസ് പ്രവർത്തകർക്കു നേരെ പ്രകോപനപരമായി പെരുമാറുകയും അകാരണമായി മർദ്ദിക്കുകയും ചെയ്തുവെന്ന ആരോപണം. സംഭവത്തിൽ യൂത്ത് ലീഗ് മണ്ണാർക്കാട് നഗരത്തിൽ പ്രതിഷേധം നടത്തി. ബസ് സ്റ്റാൻഡ് പരിസരത്തു നിന്ന് ആരംഭിച്ച പ്രകടനം കോടതിപ്പടിയിൽ സമാപിച്ചു. പ്രതിഷേധ യോഗം യൂത്ത് ലീഗ് സംസ്ഥാന സെക്രട്ടറി ഗഫൂർ കോൽക്കളത്തിൽ ഉദ്ഘാടനം ചെയ്തു. കോഴിക്കോട് ജില്ലാ ഇൻഫർമേഷൻ ഓഫീസും ജില്ലാ ഭരണകൂടവും ചേർന്ന് സർക്കാർ ജീവനക്കാർക്കായി ജില്ലാതല വായനാ ക്വിസ് മത്സരം സംഘടിപ്പിച്ചു. വടകര താലൂക്ക് ഓഫീസിലെ ജീവനക്കാർ വിജയികളായി. കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ നടത്തിയ ക്വിസ് മത്സരത്തിൽ 40 ടീമുകളാണ് പങ്കെടുത്തത്. കണിയാമ്പറ്റ ഗ്രാമപഞ്ചായത്തിലെ ദുരിതാശ്വാസ ക്യാമ്പ് മന്ത്രി AK ശശീന്ദ്രൻ സന്ദർശിച്ചു. കണിയാമ്പറ്റ, ചിറ്റൂർ, കേണിവയൽ, ആബുവയൽ, കൊല്ലിവയൽ തുടങ്ങി നിരവധി പ്രദേശങ്ങളിലെ കുടുംബങ്ങളെയാണ് കണിയാമ്പറ്റ ഗവൺമെന്റ് UP സ്കൂളിലെ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറ്റിപ്പാർപ്പിച്ചിരിക്കുന്നത്. ക്യാമ്പിൽ കഴിയുന്നവർക്കുള്ള എല്ലാവിധ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ടെന്ന് മന്ത്രി. കണിയാമ്പറ്റ ഗവൺമെന്റ് UP സ്കൂളിലെ ദുരിതാശ്വാസ ക്യാമ്പിൽ 3/4 മണിക്കൂറോളം ചെലവഴിച്ച മന്ത്രി ദുരിതാശ്വാസ പ്രവർത്തകരോടൊപ്പം ക്യാമ്പിൽ നിന്ന് ഭക്ഷണം കഴിച്ചാണ് മടങ്ങിയത്. അതിതീവ്ര മഴയിൽ അടിയന്തര സാഹചര്യം നേരിടാൻ വയനാട് ജില്ല സജ്ജമാണെന്ന് വന്യജീവി സംരക്ഷണ വകുപ്പ് മന്ത്രി AK ശശീന്ദ്രൻ. ജില്ലയിലെ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ ഭക്ഷണം, ചികിത്സ, മറ്റ് അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ടെന്നും മന്ത്രി. കളക്ടറേറ്റിൽ മന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന ജില്ലാതല ഉദ്യോഗസ്ഥരുമായി നടന്ന മഴക്കാല പ്രവർത്തനങ്ങളുടെ അവലോകന യോഗത്തിന് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു മന്ത്രി.
ബീച്ച് ആശുപത്രിയിൽ ചികിത്സയ്ക്കെത്തിയ പെൺകുട്ടിയെ ആരോഗ്യ പ്രവർത്തകൻ പീഡിപ്പിച്ച സംഭവത്തിൽ പ്രതിഷേധിച്ച യുവമോർച്ച പ്രവർത്തകർ സൂപ്രണ്ടിനെ ഉപരോധിച്ചു. പ്രതിഷേധിച്ച പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി. ആരോഗ്യ പ്രവർത്തകന്റെ അറസ്റ്റ് വൈകിയാൽ പ്രതിഷേധം ശക്തമാക്കുമെന്നും യുവമോർച്ച. ഡിജി കേരളം പദ്ധതിയുടെ ഭാഗമായി വടകര അഴിയൂർ വാർഡിൽ നിന്നും രജിസ്റ്റർ ചെയ്ത വളണ്ടിയർമാർക്കുള്ള പരിശീലനം സംഘടിപ്പിച്ചു. പരിശീലന പരിപാടി അഴിയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആയിഷ ഉമ്മർ ഉദ്ഘാടനം ചെയ്തു. കേരളം രാജ്യത്തെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ സംസ്ഥാന പദവിയിലേക്ക് എത്തിക്കുന്നതിന് ആവിഷ്കരിച്ച പദ്ധതിയാണ് ഡിജി കേരളം. പന്തൽ പണിക്കായി വീടിന്റെ മുൻവശത്ത് സൂക്ഷിച്ചിരുന്ന GI പൈപ്പുകൾ മോഷ്ടിച്ച കേസിലെ പ്രതി പിടിയിൽ. ഏഴംകുളം സ്വദേശി പാറച്ചെരുവിൽ നിയാസിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ഏഴംകുളം നിവാസി ഷാജഹാന്റെ വീടിന്റെ മുൻവശത്ത് സൂക്ഷിച്ചിരുന്ന 15,000 രൂപ വിലമതിക്കുന്ന 50ഓളം GI പൈപ്പുകളാണ് മോഷ്ടിച്ചത്. മറ്റു കേസുകളിലും പ്രതിയായ നിയാസ് വിശദമായ ചോദ്യം ചെയ്യലിൽ കുറ്റം സമ്മതിച്ചു. തുടർന്ന് ഇയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തി കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. കോഴിക്കോട് എഗലൂരിൽ ലോറി മറിഞ്ഞു. മരം കയറ്റി ബാലുശ്ശേരി ഭാഗത്തേക്ക് വരികയായിരുന്ന ലോറിയാണ് മറിഞ്ഞത്. ബസ്സിന് കടന്നുപോകാൻ സ്ഥലം നൽകുന്നതിനിടയിലാണ് അപകടം സംഭവിച്ചത്. ജൽജീവൻ പദ്ധതിക്ക് വേണ്ടി കീറിയ കുഴിയിൽ ലോറി താഴുകയായിരുന്നു. പിന്നീട് പൂനൂരിൽ നിന്നും ക്രെയിൻ എത്തിച്ച് ലോറി ഉയർത്തിമാറ്റി. കോഴിക്കോട് മാവൂരിൽ സ്വകാര്യ ബസ് ജീവനക്കാർ തമ്മിൽ കയ്യാങ്കളി. സമയക്രമത്തെ ചൊല്ലിയാണ് തർക്കമുണ്ടായത്. ബസ് സ്റ്റാൻഡ് ഭാഗത്തും മാവൂർ നാൽക്കവലയിലും ജീവനക്കാർ പരസ്പരം ഏറ്റുമുട്ടി. ഒരാഴ്ച മുൻപും സമാനമായ രീതിയിൽ ആക്രമണമുണ്ടായിരുന്നു. സംഭവത്തിൽ മാവൂർ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. തങ്ങളുടെ വോട്ടവകാശം വിനിയോഗിച്ച് പത്തനംതിട്ട അടൂരിലെ ചൂരക്കോട് ഗവൺമെന്റ് LP സ്കൂൾ വിദ്യാർത്ഥികൾ. സ്കൂൾ ലീഡർ തെരഞ്ഞെടുപ്പാണ് കുട്ടികൾ തങ്ങളുടെ വോട്ടവകാശം വിനിയോഗിച്ചത്. പ്രായപൂർത്തിയാകാത്ത കുട്ടികളെ വോട്ടവകാശത്തിന്റെ പ്രാധാന്യം അറിയിക്കുക എന്നതായിരുന്നു ലക്ഷ്യം. ലോക ബ്രെയിൻ ഡേയുടെ ഭാഗമായി കിംസ് ഹെൽത്ത് ഹോസ്പിറ്റലിൽ കൊല്ലവും സിദ്ധാർത്ഥ പബ്ലിക് സ്കൂളും സംയുക്തമായി ചേർന്ന് ബ്രെയിൻ ഡേ ആചരിക്കും. വരുന്ന 22-ാം തീയതി സിദ്ധാർത്ഥ സെൻട്രൽ സ്കൂളിൽ വിദ്യാർത്ഥികൾക്കായി ചെസ് മത്സരവും ഹെൽത്ത് ടോക്കും കിംസ് ഹെൽത്ത് കൊല്ലം നടത്തും. ജില്ല ഉടനീളമുള്ള സ്കൂളുകളിൽ ചെസ് മത്സരം നടത്താനാണ് കിംസ് ഹെൽത്തിന്റെ പദ്ധതി. ഇതിന്റെ 1ാം ഘട്ടമായാണ് സിദ്ധാർത്ഥ സ്കൂളിൽ ചെസ് മത്സരം സംഘടിപ്പിക്കുന്നത്. തിരുവനന്തപുരം ശ്രീപത്മനാഭസ്വാമി ക്ഷേത്ര പരിസരത്ത് മാംസഭക്ഷണത്തിന് നിരോധനം. ക്ഷേത്ര ഭരണസമിതിയാണ് ഇതുമായി ബന്ധപ്പെട്ട സർക്കുലർ ഇറക്കിയിരിക്കുന്നത്. ക്ഷേത്രം ഓഫീസിൽ എക്സിക്യൂട്ടീവ് ഓഫീസർ ബിരിയാണി സൽക്കാരം നടത്തിയെന്ന് പരാതിയുണ്ടായിരുന്നു. ഈ പരാതിയിലാണ് ക്ഷേത്ര ഭരണസമിതിയുടെ സർക്കുലർ.
വള്ളസദ്യക്ക് നാളെ മുതൽ തുടക്കം. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെയും പള്ളിയോട സേവാ സംഘത്തിന്റെയും ഭക്തജനങ്ങളുടെയും സംയുക്താഭിമുഖ്യത്തിലാണ് വള്ളസദ്യ. 44 വിഭവങ്ങൾക്ക് പുറമെ ഭക്തർ പാട്ടുപാടി ചോദിക്കുന്ന 25 വിഭവങ്ങൾ കൂടി സദ്യയിലുണ്ടാകും. നാളെ ആരംഭിച്ച് ഒക്ടോബർ 2 അവസാനിക്കുന്ന വള്ളസദ്യയ്ക്കുള്ള ക്രമീകരണങ്ങൾ പൂർത്തിയായതായി പള്ളിയോട സേവാ സംഘം ഭാരവാഹികൾ. ഫിറ്റ്നസ് വിത്ത് ഹെൽത്തി ന്യൂജൻ ജില്ലാതല ഉദ്ഘാടനം നടന്നു. പരിപാടി പുതുതലമുറയെ അവർക്ക് ഇഷ്ടപ്പെട്ട നൃത്തത്തിലൂടെയും സംഗീതത്തിലൂടെയും വ്യായാമം ചെയ്യിക്കുവാൻ സഹായിക്കുന്നു. കരുതൽ അക്കാദമിയുടെ സൂംബ ആൻഡ് യോഗ ഡിപ്പാർട്ട്മെന്റിന്റെ പദ്ധതിയായ സൂംബ ഫിറ്റ്നസ് വിത്ത് ന്യൂജൻ ജില്ലാതല ഉദ്ഘാടനം അരിനെല്ലൂർ സെയിന്റ് ജോർജ് UPSൽ ചവറ നൂൺമിൽ ഓഫീസർ ഗോപകുമാർ നിർവഹിച്ചു. കണ്ണൂരിൽ യാത്രക്കാരിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ വൈറലായ ബസ് കണ്ടക്ടർക്ക് മോട്ടോർവാഹന വകുപ്പിന്റെ ആദരം. കണ്ടക്ടറായ മനാഫ് ഗർഭിണിയായ യാത്രക്കാരിയോട് കരുതലോടെ ഇടപെടുന്ന ദൃശ്യങ്ങൾ വൈറലായിരുന്നു. മുഖ്യമന്ത്രിയുടെ പേരിൽ വ്യാജരേഖകൾ ചമച്ച് സാമ്പത്തിക തട്ടിപ്പ് നടത്തിയ പ്രതി അറസ്റ്റിൽ. കൊപ്പം മുളയങ്കാവ് സ്വദേശി ആനന്ദ് രാമകൃഷ്ണനെയാണ് അറസ്റ്റ് ചെയ്തത്. മുതുതല സ്വദേശിയുടെ പക്കൽ നിന്ന് 61 ലക്ഷം രൂപ തട്ടിയെടുത്തതാണ് പരാതി. മുല്ലപ്പെരിയാർ അണക്കെട്ടിലെത്തി പരിശോധന നടത്തി സുപ്രീം കോടതി നിയോഗിച്ച 5-അംഗ ഉപസമിതി പരിശോധന കേന്ദ്ര ജല കമ്മീഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സതീഷിന്റെ നേതൃത്വത്തിൽ. പരിശോധനയ്ക്ക് ശേഷം കുമളി മുല്ലപ്പെരിയാർ ഓഫീസിൽ യോഗം ചേർന്ന് സ്ഥിതിഗതികൾ വിലയിരുത്തി. RLV കോളേജിൽ വിദ്യാർത്ഥികളുടെ പ്രതിഷേധം. ക്ലാസ് മുറികളുടെ അഭാവം ചൂണ്ടിക്കാട്ടിയായിരുന്നു പ്രതിഷേധം. പരാതി അറിയിച്ചപ്പോൾ പ്രിൻസിപ്പൽ മോശമായി പെരുമാറിയെന്നും ആക്ഷേപം. അഖില തിരുവിതാംകൂർ കുരവർ മഹാസഭ പത്തനാപുരം താലൂക്ക് യൂണിയന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ റാലി നടത്തി. സ്വകാര്യ ചാനലിലെ സീരിയൽ പരമ്പരയിൽ കുറവർ മഹാസഭയെ ആക്ഷേപിച്ചു എന്ന ആരോപണത്തിലാണ് പ്രതിഷേധം. പത്തനാപുരം കല്ലുംകടവിൽ നിന്നും സെൻട്രൽ ജംഗ്ഷനിലേക്കാണ് പ്രതിഷേധ ജ്വാല എന്ന പേരിൽ കുറവർ മഹാസഭ പ്രവർത്തകർ മാർച്ച് നടത്തിയത്. കണ്ണൂർ അയ്യങ്കുന്ന പാറയ്ക്കാമലയിൽ മണ്ണിടിച്ചു. ക്രഷറിന്റെ ഉടമസ്ഥതയിലുള്ള സ്ഥലത്തെ മൺകൂനയാണ് മഴയെ തുടർന്ന് ഇടിഞ്ഞത്. ചെളിമണ്ണ് നിറഞ്ഞ 2 ഏക്കറിലധികം കൃഷി നശിച്ചു. 4 കുടുംബങ്ങളെയും മാറ്റിപ്പാർപ്പിച്ചു. കൊല്ലം സമുദ്രമേഖലയിലെ ഇന്ധന പര്യവേക്ഷണത്തിന് ബ്ലാക്ക് ഫുഡ് ഡോൾഫിൻ സെമി സബ്മേഴ്സിബിൾ റിഗ് തന്നെ എത്തും. കൊല്ലം ഉൾപ്പെടെ രാജ്യത്തെ 3 തീരങ്ങളിൽ ക്രൂഡ് ഓയിൽ അടക്കമുള്ള ദ്രവവാതക ഇന്ധന പര്യവേക്ഷണത്തിന്
പൊതുമേഖലാ സ്ഥാപനമായ ഓയിൽ ഇന്ത്യ ലിമിറ്റഡുമായുള്ള കരാറിന്റെ അടിസ്ഥാനത്തിലാണ് റിഗ് എത്തുക. കാട്ടിറച്ചി കടത്തിയെന്നാരോപിച്ച് വനം വകുപ്പ് കള്ളക്കേസിൽ കുടുക്കി ജയിലിലടച്ച സംഭവത്തിൽ വനം വകുപ്പ് അന്തിമ റിപ്പോർട്ട് സമർപ്പിക്കുന്നതിലെ കാലതാമസം ചൂണ്ടിക്കാട്ടി ഇരയായ ആദിവാസി യുവാവ് ഇടുക്കി ജില്ലാ സെഷൻസ് കോടതിയിൽ ഹർജി നൽകി. ഇടുക്കി കണ്ണമ്പടി മുല്ലപ്പുത്തൻപുരയ്ക്കൽ സരുൺ സജിയാണ് തൊടുപുഴ വിചാരണ കോടതിയിൽ ഹർജി നൽകിയത്. വ്യാജ നമ്പർ പ്ലേറ്റ് ഘടിപ്പിച്ച് ഉപയോഗിച്ചു വന്ന രജിസ്ട്രേഷൻ കാലാവധി കഴിഞ്ഞ വാഹനം മോട്ടോർ വാഹന വകുപ്പിന്റെ എൻഫോഴ്സ്മെന്റ് സംഘം പെരുമ്പാവൂരിൽ നിന്ന് പിടികൂടി. നിയമലംഘനത്തിന് AI ക്യാമറകളിൽ കുടുങ്ങി നിരന്തരം പിഴത്തുകയുടെ രസീതുകൾ കേരളത്തിൽ നിന്നും മംഗലാപുരം സ്വദേശിക്ക് ലഭിച്ചതോടെയാണ് മംഗലാപുരം പോലീസ് കേസെടുത്തത്. തുടരന്വേഷണത്തിന്റെ ഭാഗമായാണ് വാഹനം എറണാകുളം ജില്ലയിൽ നിന്നും പിടികൂടി. കൊല്ലം പുനലൂരിൽ KSRTC ബസ് മോഷ്ടിച്ച് കടത്താൻ ശ്രമം. ഡിപ്പോയ്ക്ക് സമീപം രാത്രി നിർത്തിയിട്ടിരുന്ന ബസ്സാണ് കടത്തിക്കൊണ്ടുപോകാൻ ശ്രമിച്ചത്. തെന്മല ഒറ്റക്കൽ സ്വദേശി ബിനീഷാണ് KSRTC ബസ് കടത്താൻ ശ്രമിച്ച ബിരുദൻ. ഒടുവിൽ ഇയാൾ പിടിയിലായി. വയസ്സുകാരിയെ പീഡിപ്പിച്ച കേസിൽ പ്രതിയെ ചാലിശ്ശേരി പോലീസ് പിടികൂടി. കൂനമ്മൂച്ചി സ്വദേശി തലയണപ്പറമ്പിൽ ഷബീർ ആണ് അറസ്റ്റിലാവുന്നത്. കാപ്പാട് ബീച്ചിൽ ഇന്നു മുതൽ 3 ദിവസത്തേക്ക് പ്രവേശനം നിരോധിച്ചു. ശക്തമായ കാറ്റിലും മഴയിലും കാപ്പാട് ബ്ലൂ ഫ്ലാഗ് ബീച്ചിൽ നിരവധി കാറ്റാടി മരങ്ങൾ കടപുഴകി വീണ പാർക്കിലെ ഉപകരണങ്ങൾക്കും കേടുപാടുകൾ സംഭവിച്ചു. ഇതേ തുടർന്നാണ് ബീച്ചിൽ സന്ദർശകർക്ക് പ്രവേശനം നിരോധിച്ചതെന്ന് EDPC അറിയിച്ചു. ഗോവയിൽ നിന്ന് 102 നോട്ടിക്കൽ മൈൽ അകലെ കണ്ടെയ്നർ ചരക്ക് വ്യാപാര കപ്പലിൽ വൻ തീപിടുത്തം. മുന്ദ്രയിൽ നിന്ന് ശ്രീലങ്കയിലേക്ക് പോവുകയായിരുന്ന ചരക്ക് കപ്പലിൽ തീ അണയ്ക്കാനുള്ള ശ്രമം തുടരുന്നു. ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് മറ്റ് കപ്പലുകളെ വഴി തിരിച്ചുവിട്ടു. കപ്പലിൽ പൊട്ടിത്തെറിക്കാൻ സാധ്യതയുള്ള ചരക്കുകൾ ഉണ്ടെന്ന് വിവരം. കേന്ദ്ര ബജറ്റ് പ്രതീക്ഷയോടെ ഉറ്റുനോക്കി നിക്ഷേപകർ. അടിസ്ഥാന മേഖലാ വികസനത്തിന് പ്രാധാന്യമുള്ള പ്രഖ്യാപനങ്ങൾ ഉണ്ടാകും. വ്യവസായ സൗഹൃദ ബജറ്റിനും സാധ്യത. വർഷങ്ങൾക്ക് ശേഷം ഛത്രപതി ശിവജിയുടെ പുലിനഖം മഹാരാഷ്ട്രയിൽ തിരിച്ചെത്തി. ലണ്ടനിലെ ആൽബർട്ട് മ്യൂസിയത്തിൽ നിന്ന് 3 വർഷത്തേക്ക് കടം വാങ്ങിയാണ് ഐതിഹാസിക ആയുധം തിരികെ കൊണ്ടുവന്നത്.
യുവാവിനെ കൊലപ്പെടുത്തിയ കേസിൽ ഭാര്യ ഉൾപ്പെടെ 2 പേർക്ക് ജീവപര്യന്തം ശിക്ഷ വിധിച്ചു കോടതി. ഇരുവർക്കും 10,000 രൂപ പിഴയും ചുമത്തിയതായി പോലീസ്. 2019 നവംബറിൽ നടന്ന കൊലപാതകത്തിൽ ഭാര്യയും യുവാവിന്റെ ബന്ധുവുമാണ് പിടിയിലായത്. ആർട്ടിക്കിൾ 361 പ്രകാരം ഗവർണർമാർക്കുള്ള പ്രത്യേക പരിരക്ഷ സുപ്രീം കോടതി പരിശോധിക്കും. ഹർജിയിൽ കേന്ദ്രത്തെ കക്ഷിയാക്കാൻ നീക്കം. പശ്ചിമ ബംഗാൾ ഗവർണർ CV ആനന്ദ ബോസിനെതിരെയുള്ള ലൈംഗികാതിക്രമ കേസ് പരിഗണിച്ചാണ് ബെഞ്ചിന്റെ നീക്കം. ഗുജറാത്തിലെ പോർബന്ദറിൽ ശക്തമായ മഴ. പ്രദേശത്ത് പല ഭാഗങ്ങളിലും വെള്ളക്കെട്ട് രൂക്ഷം. കനത്ത വെള്ളക്കെട്ടിൽ തകർന്ന പോർബന്ദറിലെ റെയിൽവേ ട്രാക്ക് പുനരുദ്ധാരണം പുരോഗമിക്കുന്നു. BJD ജനങ്ങൾക്ക് വേണ്ടി നിലകൊണ്ട പാർട്ടിയാണെന്ന് MP സുലതാദേവ്. പ്രതിപക്ഷം എന്ന നിലയിലും ഉത്തരവാദിത്തം നിറവേറ്റുമെന്നും MP. കൽക്കരി കുംഭകോണ കേസിൽ കുറ്റപത്രം സമർപ്പിച്ച അന്വേഷണ സംഘം. കുറ്റപത്രം ഛത്തീസ്ഗഡ് മുൻ കോൺഗ്രസ് സർക്കാരിലെ ഉന്നതരുമായി ബന്ധമുള്ളവരെ പ്രതി ചേർത്ത മുൻ മുഖ്യമന്ത്രി ഭൂപേഷ് ബാഗേലിന്റെ ഓഫീസിലെ ഡെപ്യൂട്ടി സെക്രട്ടറി ഉൾപ്പെടെ 15 പേർക്കെതിരെയാണ് കുറ്റപത്രം. ലോകത്തിലെ അത്യാധുനിക അൾട്രാ റിയലിസ്റ്റിക് ഹ്യൂമനോയിഡായ റിയയെ ഡൽഹിയിൽ നടന്ന ആരോഗ്യ ഉച്ചകോടിയിൽ അവതരിപ്പിച്ചു. സോഫിയയുടെ നവീകരിച്ച പതിപ്പായ ഹ്യൂമനോയിഡ് റിയ ഡോക്ടർമാരുടെ പകരക്കാരനാകുമെന്ന് വിദഗ്ധർ. ആരോഗ്യമേഖലയിലെ നിർമ്മിത ബുദ്ധിയുടെ സാധ്യതകളെക്കുറിച്ച് റിയ സംസാരിച്ചു. ഇന്ത്യയിലെ തൊഴിലിടങ്ങളിൽ സ്ത്രീകൾ പുരുഷന്മാരെക്കാൾ കൂടുതൽ മാനസിക സമ്മർദ്ദത്തിലാണെന്ന് പഠന റിപ്പോർട്ട്. യുവ ദൗസ് നടത്തിയ മാനസികാരോഗ്യ പഠന സർവേയുടെ റിപ്പോർട്ടിലാണ് കണ്ടെത്തൽ. 5000-ലധികം ആളുകൾക്കിടയിലാണ് സർവേ നടത്തിയത്. സർവേയിൽ പങ്കെടുത്ത സ്ത്രീകളിൽ 72.2% പേരും തങ്ങൾ തൊഴിലെടുത്ത് കടുത്ത മാനസിക സമ്മർദ്ദം അനുഭവിക്കുന്നുണ്ടെന്ന് പ്രതികരിച്ചു. തിങ്കളാഴ്ച ആരംഭിക്കുന്ന പാർലമെന്റ് സമ്മേളനത്തിൽ 6 പുതിയ ബില്ലുകൾ അവതരിപ്പിക്കാൻ ഒരുങ്ങി കേന്ദ്രം. 90 വർഷം പഴക്കമുള്ള എയർക്രാഫ്റ്റ് നിയമനത്തിന് പകരമായി വ്യോമയാന മേഖലയിൽ ബിസിനസ് എളുപ്പമാക്കുന്നതിനുള്ള വ്യവസ്ഥകൾ അടങ്ങിയ പുതിയ ബില്ല് ഉൾപ്പെടെയുള്ളവയാണ് കേന്ദ്രത്തിന്റെ പരിഗണനയിലുള്ളത്. ജൂലൈ 22-ന് ആരംഭിക്കുന്ന സമ്മേളനം ഓഗസ്റ്റ് 12-ന് സമാപിക്കും. പതാക വീശുന്നതിൽ
എന്ത് കുറ്റമെന്ന് ചോദിച്ച് സീതാറാം യെച്ചൂരിയുടെ ഭാര്യ സീമ ചിസ്തിയുടെ സമൂഹ മാധ്യമത്തിലെ പോസ്റ്റ്. ഫലസ്തീൻ ജനതയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് പതാക വീശിയാൽ അതെങ്ങനെ കുറ്റമാകുമെന്നും സീമ. പോസ്റ്റിന് പിന്നാലെ പതാക വീശിയതിന്റെ പേരിലെടുത്ത കേസ് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട CPIM പോളിറ്റ് ബ്യൂറോയുടെ പ്രസ്താവനയും പുറത്തുവന്നു. കൻവാർ യാത്രയുമായി ബന്ധപ്പെട്ട് ഉത്തർപ്രദേശിന് പിന്നാലെ ഉത്തരാഖണ്ഡിലെ കടകൾക്ക് മുന്നിലും ഉടമകളുടെ പേര് പ്രദർശിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് പോലീസ്. യാത്രക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാനാണ് നടപടിയെന്ന് ഹരിദ്വാർ പോലീസ്. കഴിഞ്ഞ ദിവസം ഉത്തർപ്രദേശ് പോലീസ് അവതരിപ്പിച്ച നടപടിയെ ചൊല്ലി വലിയ രീതിയിലുള്ള വിമർശനമാണ് ഉയരുന്നത്. ബീഹാറിലെ കിഴക്കൻ ചമ്പാരനിൽ സെപ്റ്റി ടാങ്കിൽ നിന്നും വിഷവാതകം ശ്വസിച്ച് 4 തൊഴിലാളികൾ മരിച്ചു. സംഭവത്തിൽ വ്യാപക പ്രതിഷേധം. ചികിത്സാ പിഴവ് ആരോപിച്ച് സ്വകാര്യ ക്ലിനിക് അടിച്ചു തകർത്തു. ആംബുലൻസിന് തീയിട്ടു. പോലീസ് സംഘത്തിന് നേരെയും ആക്രമണം. 2 ഉദ്യോഗസ്ഥർക്ക് പരിക്കേറ്റു. മരിച്ചവരുടെ കുടുംബങ്ങൾ ഉൾപ്പെടെയുള്ളവരുടെ ആൾക്കൂട്ടമാണ് ആക്രമണം നടത്തിയതെന്ന് പോലീസ്. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യയിലെ മെഡിക്കൽ ഉപകരണങ്ങളുടെ ഇറക്കുമതി 13% വർദ്ധിച്ചു. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് 17.6% വളർച്ചയാണ് ഉണ്ടായത്. 2023-24 സാമ്പത്തിക വർഷത്തിൽ ഇറക്കുമതി 68,885 കോടി രൂപയായിരുന്നു. ഉച്ചഭക്ഷണ ഇടവേള വെട്ടിമാറ്റി DSE സർവകലാശാല പുറത്തുവിട്ട പുതിയ ഷെഡ്യൂൾ പ്രകാരം 8 മണിക്കൂർ തുടർച്ചയായ ക്ലാസ്സാണ്. ഒരു ക്ലാസ് കഴിഞ്ഞ് അടുത്ത ക്ലാസ്സിലേക്കുള്ള 5 മിനിറ്റ് ഇടവേളയിൽ ഭക്ഷണം കഴിക്കാമെന്ന് അധികൃതർ. മുതിർന്ന വിദ്യാർത്ഥികൾക്ക് ഇത് ബുദ്ധിമുട്ടുള്ള കാര്യമല്ലെന്നും അധികൃതർ. സംസ്ഥാനം രൂപീകരിക്കണമെന്ന ആവശ്യവുമായി രാജസ്ഥാൻ ആദിവാസി സമൂഹം. ആവശ്യം നിരസിച്ച സംസ്ഥാന സർക്കാർ ഹിൽ പ്രദേശ് എന്ന പേരിൽ പുതിയ സംസ്ഥാനം സൃഷ്ടിക്കണമെന്നാണ് ആവശ്യം. പുതിയ സംസ്ഥാന രൂപീകരണത്തിനായി രാജസ്ഥാൻ, മഹാരാഷ്ട്ര, ഗുജറാത്ത്, മധ്യപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിലെ 49 ജില്ലകൾ സംയോജിപ്പിക്കണമെന്നും ആവശ്യം. ജാർഖണ്ഡ് മുഖ്യമന്ത്രിയുടെ വസതിക്ക് മുന്നിൽ പോലീസുകാരുടെ പ്രതിഷേധം. സമരം, ശമ്പള വർധനവും തൊഴിൽ സ്ഥിരതയും ആവശ്യപ്പെട്ട പ്രതിഷേധക്കാരെ പിരിച്ചുവിടാൻ ശ്രമിക്കുന്നതിനിടെ പോലീസുകാർ തമ്മിൽ ഏറ്റുമുട്ടി. പലസ്തീൻ
ഫലസ്തീനിലെ ഇസ്രയേൽ കുടിയേറ്റം നിയമവിരുദ്ധമെന്ന് രാജ്യാന്തര നീതിന്യായ കോടതി. നിയമവിരുദ്ധ പ്രവർത്തനങ്ങളിൽ നിന്ന് ഇസ്രയേൽ പിന്മാറണമെന്നും ICJ. ഇസ്രയേൽ പലസ്തീൻ വിഷയത്തിൽ ICJ തീർപ്പ് കൽപ്പിച്ചുള്ള വിധി പ്രസ്താവം നടത്തുന്നത് ഇതാദ്യമായി. മസ്കറ്റ് വാദി കബീർ വെടിവെപ്പിൽ ഇന്ത്യ പാകിസ്ഥാൻ അംബാസിഡർമാരെ സന്ദർശിച്ച ഒമാനി അധികൃതർ അനുശോചനം അറിയിച്ചു. ദുരിതബാധിതരായ കുടുംബങ്ങൾക്ക് ഒമാന്റെ പിന്തുണയും ഐക്യദാർഢ്യവും പ്രഖ്യാപിച്ചു. ഒമാൻ വിദേശകാര്യ മന്ത്രാലയ അണ്ടർ സെക്രട്ടറി ഖാലിദ് മുസൽഹി, GCC റീജിയണൽ മേധാവി അൽ മസ്കാരി എന്നിവരാണ് അംബാസിഡർമാരെ സന്ദർശിച്ചത്. നെറ്റ്ഫ്ലിക്സിന്റെ വളർച്ചയിൽ ഇന്ത്യയും ബ്രിട്ടനും പോരാട്ടം. രാജ്യത്ത് വരുമാന വളർച്ചയിൽ 3-ാം സ്ഥാനത്തും പരസ്യ വരുമാനത്തിൽ 2-ാം സ്ഥാനത്തുമാണ് നെറ്റ്ഫ്ലിക്സ്. ബ്രിഡ്ജനർ 3, ബേബി റേഞ്ചർ എന്നീ ഷോകൾ അന്താരാഷ്ട്ര തലത്തിൽ ജനപ്രിയമായി. OTTയിലൂടെ ഏറ്റവും കൂടുതൽ ആളുകൾ കണ്ട ഇന്ത്യൻ സീരീസ് സഞ്ജയ് ലീല ബൻസാലിയുടെ ഹീരാമണ്ടിയാണ്. ബംഗ്ലാദേശിലെ പ്രതിഷേധത്തിൽ 105 പേർ മരിച്ച സംഭവത്തിൽ 300-ലധികം ഇന്ത്യൻ വിദ്യാർത്ഥികൾ ഇന്ത്യയിലേക്ക് മടങ്ങിയവരിൽ ഭൂരിഭാഗവും MBBS വിദ്യാർത്ഥികൾ. കഴിഞ്ഞ 3 ആഴ്ചയായി ബംഗ്ലാദേശിൽ പ്രതിഷേധം ശക്തമാണ്. ഇറാൻ അണുബോംബ് വികസിപ്പിച്ചെടുക്കുന്ന സുപ്രധാന നീക്കത്തിലാണെന്ന് US. കഴിഞ്ഞ ഏപ്രിൽ മുതൽ ആയുധങ്ങൾ വികസിപ്പിച്ചെടുക്കുന്നതിൽ ഇറാൻ മുന്നിലാണെന്നും US ആരോപണം. കോളറോയിഡയിലെ സുരക്ഷാ ഫോറം പ്രത്യേക പാനലിൽ സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കനും ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ജേക്ക് സളിവനും സംസാരിക്കവേ ഐക്യരാഷ്ട്രസഭയുടെ പാലസ്തീൻ ദുരിതാശ്വാസ ഏജൻസിയായ യുണൈറ്റഡ് നേഷൻസ് റിലീഫ് ആൻഡ് വർക്ക്സ് ഏജൻസിക്ക് ഫണ്ടുകൾ നൽകുന്നത് UK പുനരാരംഭിച്ചു. UK വിദേശകാര്യമന്ത്രി ഡേവിഡ് ലാമി ബ്രിട്ടീഷ് പാർലമെന്റിലാണ് ഇക്കാര്യം അറിയിച്ചത്. ഗസയിൽ നടക്കുന്ന യുദ്ധത്തിൽ നിഷ്പക്ഷത പാലിക്കാൻ വേണ്ട നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്ന് ഏജൻസി അറിയിച്ചതായി ഡേവിഡ് ലാമി പാർലമെന്റിൽ വ്യക്തമാക്കി. 21 മില്യൺ യൂറോ ആയിരിക്കും UK ഏജൻസിക്ക് ഫണ്ടായി നൽകുക. കെനിയയിൽ പ്രതിഷേധങ്ങൾ നിരോധിച്ച പോലീസ് നടപടി. പ്രതിഷേധക്കാർക്കിടയിൽ ക്രിമിനൽ സംഘങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന ഇന്റലിജൻസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നിരോധനം ഏർപ്പെടുത്തിയത് കെനിയൻ തലസ്ഥാനമായ നെയ്റോബിയിൽ. ഇനിയൊരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ നിരോധനം നീളും. നികുതി വർധനയ്ക്കെതിരെ നടക്കുന്ന പ്രതിഷേധങ്ങളിൽ 50ഓളം പ്രതിഷേധക്കാർ മരിച്ചതായാണ് റിപ്പോർട്ട്. സൗദിയിൽ എഞ്ചിനീയറിംഗ് മേഖലയിലും സ്വദേശീവത്കരണം. പുതിയ തീരുമാനം മലയാളികൾ ഉൾപ്പെടെയുള്ള പ്രവാസി യുവാക്കളുടെ തൊഴിൽ സാധ്യതകൾ കുറയ്ക്കും. ഈ മേഖലയിൽ പുതിയ വീസകളുടെ എണ്ണം കുറയ്ക്കാൻ ഇത് കാരണമാകുമെന്നും എഞ്ചിനീയർമാരുടെ നിയമനത്തിൽ ആദ്യഘട്ടത്തിൽ 25% സ്വദേശീവത്കരണം നടത്താനാണ് സർക്കാർ തീരുമാനം.
മാധ്യമ പ്രവർത്തകന് റഷ്യയിൽ 16 വർഷം തടവ്. വാൾ സ്ട്രീറ്റ് ജേണൽ റിപ്പോർട്ടർ ഇവാൻ ഗർഷ്കോവിച്ചിനെയാണ് ശിക്ഷിച്ചത്. ശീതസമരത്തിന് ശേഷം ചാരവൃത്തി ആരോപിച്ച് റഷ്യ കസ്റ്റഡിയിലെടുത്ത ആദ്യ US മാധ്യമ പ്രവർത്തകനാണ് ഇവാൻ. ഉസാമ ബിൻ ലാദന്റെ അടുത്ത സഹായിയായിരുന്ന അൽ ഖ്വയ്ദ നേതാവ് അമീൻ ഉൽ ഹക്കിനെ അറസ്റ്റ് ചെയ്തതായി പാകിസ്ഥാനിലെ തീവ്രവാദ വിരുദ്ധ സേന. പാക് പഞ്ചാബ് പ്രവിശ്യയിൽ നിന്നാണ് ഇയാളെ പിടികൂടിയത്. UN-ന്റെ ആഗോള ഭീകര പട്ടികയിൽ ഉണ്ടായിരുന്ന ആളാണ് അമീൻ ഉൽ ഹക്ക്. ഇന്ത്യൻ വംശജനായ ഇംഗ്ലീഷ് നോവലിസ്റ്റ് സൽമാൻ റുഷ്ദിക്ക് നേരെയുണ്ടായ വധശ്രമ കേസിൽ പ്രതിയുടെ ആവശ്യം തള്ളി കോടതി. റുഷ്ദിയുടെ കയ്യിലുള്ള സ്വകാര്യ വിവരങ്ങൾ തനിക്ക് ലഭ്യമാക്കണമെന്ന പ്രതിയുടെ ആവശ്യമാണ് ന്യൂയോർക്കിലെ ഷട്ടോക്വാക്ക് കൗണ്ടി കോടതി തള്ളിയത്. 2022 ഓഗസ്റ്റിലാണ് ന്യൂയോർക്കിൽ പ്രസംഗിക്കാനെത്തിയ റുഷ്ദിയെ പ്രതി ഹാദി മതാർ കുത്തിക്കൊലപ്പെടുത്താൻ ശ്രമിച്ചത്. ഇസ്രയേലിലെ ടെൽ അവീവിൽ നടന്ന ഡ്രോൺ ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം യമൻ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഹൂത്തി സംഘങ്ങൾ ഏറ്റെടുത്തു. ഇറാൻ പിന്തുണയുള്ള ഹൂതി സായുധ സേനാ വക്താവ് സമൂഹമാധ്യമത്തിലൂടെയാണ് ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തത്. അധിനിവേശ പലസ്തീനിലെ ടെൽ അവീവ് ലക്ഷ്യമാക്കി ആക്രമണം നടത്തിയെന്നായിരുന്നു ഹൂതി വക്താവിന്റെ പോസ്റ്റ്. ടെൽ അവീവിലെ US എംബസിക്ക് സമീപം നടന്ന ഡ്രോൺ ആക്രമണത്തിൽ ഒരാൾ മരിക്കുകയും 10 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ലോകത്ത് കണ്ടെത്തിയതിൽ വെച്ച ഏറ്റവും വലുതും സമ്പൂർണവുമായ സ്റ്റെഗോസോറസ് ഫോസിൽ റെക്കോർഡ് തുകയ്ക്ക് സ്വന്തമാക്കി സിറ്റാഡൽ ഹെഡ്ജ് ഫണ്ട് CEO കെൻ ഗ്രിഫിൻ. അപെക്സ് എന്ന പേരുള്ള ഫോസിൽ വിറ്റത് $4.46 മില്യൺ. മോഹവിലയ്ക്ക് ലേലം ചെയ്തത് 150 മില്യൺ വർഷം പഴക്കമുള്ള സ്റ്റെഗോസോറസ് വിഭാഗത്തിൽപ്പെട്ട ഡൈനോസറിന്റെ ഫോസിൽ. ഒരു ഡൈനോസർ ഫോസിലിന് ലഭിക്കുന്ന ഏറ്റവും ഉയർന്ന തുകയാണിത്. ബോളിവുഡ് നടി തബു ഇനി ഹോളിവുഡിൽ തിളങ്ങും. HBO മാക്സ് ഒരുക്കുന്ന ബ്രഹ്മാണ്ഡ സീരീസ് ഡ്യൂൺ പ്രൊഫേസിയിലാണ് നടി പ്രധാന വേഷത്തിലെത്തുന്നത്. ബ്രയാൻ ഹെർബർട്ടും കെവിൻ ജെ ആൻഡേഴ്സണും ചേർന്ന് രചിച്ച സിസ്റ്റർഹുഡ് ഓഫ് ഡ്യൂൺ എന്ന നോവലിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് സീരീസ് ഒരുങ്ങുന്നത്. റീലുകളിൽ 20 ഓഡിയോ ട്രാക്കുകൾ വരെ. പുതിയ അപ്ഡേഷൻ അവതരിപ്പിച്ച ഇൻസ്റ്റഗ്രാം റീൽ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഇഷ്ടാനുസരണം ടെക്സ്റ്റുകൾ, സ്റ്റിക്കറുകൾ, മറ്റ് ക്ലിപ്പുകൾ തുടങ്ങിയവയും ഇതിൽ ചേർക്കാനാകും. ഈ ട്രാക്കുകൾ പ്ലാറ്റ്ഫോമിൽ സൂക്ഷിക്കാനും മറ്റുള്ളവർക്ക് അത് വീണ്ടും ഉപയോഗിക്കാനും സാധിക്കും. ഈ അപ്ഡേഷൻ കൂടി വരുന്നതോടെ ഉപഭോക്താക്കൾക്ക് ഓഡിയോ മിക്സിംഗിനായി ഇനി മറ്റ് പ്ലാറ്റ്ഫോമുകളെ ആശ്രയിക്കേണ്ട സാഹചര്യം ഉണ്ടാകില്ല. തമിഴകത്തിന്റെ സൂപ്പർ താരം അജിത് കുമാറിനെ നായകനാക്കി മഗിത് തിരുമേനി സംവിധാനം ചെയ്യുന്ന ചിത്രം വിടാമുയർച്ചയുടെ 3rd ലുക്ക് പോസ്റ്റർ പുറത്ത്. നേരത്തെ റിലീസ് ചെയ്ത ഫസ്റ്റ്, സെക്കൻഡ് ലുക്ക് പോസ്റ്ററുകൾ സമൂഹ മാധ്യമങ്ങളിൽ വലിയ രീതിയിൽ വൈറലായിരുന്നു. ലളിതമായ ഫസ്റ്റ് ലുക്ക്, മാസായ സെക്കൻഡ് ലുക്ക് എന്നിവയ്ക്ക് ശേഷം വിന്റേജ് ഫീൽ നൽകുന്ന തരത്തിലാണ് 3rd ലുക്ക് ഒരുക്കിയിരിക്കുന്നത്. നാഗശ്വിന്റെ സംവിധാനത്തിൽ പ്രഭാസ് നായകനായെത്തിയ പാൻ ഇന്ത്യൻ ചിത്രം കൽക്കി 2898 AD 4ാം വാരത്തിൽ 200ഓളം തിയേറ്ററുകളിൽ പ്രദർശനം തുടരുന്നു. 1000 കോടിക്ക് മുകളിൽ ബോക്സ് ഓഫീസ് കളക്ഷൻ നേടിയ ചിത്രം 2024 ജൂൺ 27 തിയേറ്ററിൽ എത്തിയത്. വൈജയന്തി മൂവീസിന്റെ ബാനറിൽ C അശ്വിനി ദത്ത് നിർമ്മിച്ച ബ്രഹ്മാണ്ഡ ചിത്രം വേഫറാർ ഫിലിംസ് ആണ് കേരളത്തിൽ വിതരണത്തിന് എത്തിച്ചത്.
ശിവകാർത്തികേയൻ ചിത്രം അമരന്റെ റിലീസ് തീയതി പ്രഖ്യാപിച്ചു. ഒക്ടോബർ 31-നാണ് ചിത്രം തിയേറ്ററുകളിലെത്തുക. ചിത്രത്തിന്റെ നിർമ്മാതാക്കളായ രാജ് കമൽ ഫിലിംസ് ആണ് സമൂഹ മാധ്യമങ്ങളിലൂടെ റിലീസ് തീയതി പ്രഖ്യാപിച്ചത്. രംഗൂൺ എന്ന ചിത്രത്തിന് ശേഷം രാജ്കുമാർ പെരിയസ്വാമി ഒരുക്കുന്ന ഹൈ ആക്ഷൻ ചിത്രമാണ് അമരൻ. മർമായം പരമ്പരയിലെ അഭിനേതാക്കൾ ഒന്നിക്കുന്ന ആദ്യ ചിത്രം പഞ്ചായത്ത് ജെട്ടിക്ക് ക്ലീൻ യു സർട്ടിഫിക്കറ്റ്. ചിത്രം ഈ മാസം 29-ന് റിലീസ് ചെയ്യും. രാഷ്ട്രീയ ആക്ഷേപഹാസ്യമാണ് സിനിമയെന്നാണ് സൂചന. തനി നാട്ടിൻപുറത്തെ രസങ്ങളും കൗതുകങ്ങളുമാണ് ചിത്രത്തിന്റെ ഉള്ളടക്കം. മോഹൻലാൽ നായകനാകുന്ന ആദ്യ റേഡിയോ സിനിമ എയ്ഡൻ ദി AI സ്പിരിറ്റ് റിലീസായി. ക്ലബ് FM-ലൂടെയാണ് സിനിമ റിലീസ് ചെയ്തത്. മോഹൻലാൽ ആദ്യമായാണ് ഒരു റേഡിയോ സിനിമയിൽ നായകനായി എത്തുന്നത്. ആരാധകർ കാത്തിരുന്ന പ്രഖ്യാപനവുമായി നടൻ സൂര്യ നായകനായി എത്തുന്ന വരാനിരിക്കുന്ന ചിത്രം കങ്കുവയിലെ ഗാനം പുറത്തുവിടുമെന്ന് പ്രഖ്യാപിച്ച സൂര്യയും സിരുത്തെ ശിവയും. ഇംഗ്ലീഷ് പ്രതിരോധ താരം ആരോൺ വാൻ ബിസാക്കിയെ ടീമിലെത്തിക്കാൻ ഒരുങ്ങിയ വെസ്റ്റ് ഹാം യുണൈറ്റഡ് $15 മില്യൺ ഓഫറാണ് ക്ലബ്ബ് മുന്നോട്ട് വച്ചിരിക്കുന്നത്. നിലവിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് താരമായ ബിസാക്കിയുടെ കരാർ അടുത്ത വർഷം അവസാനിക്കും. അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷൻ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. തുടർച്ചയായി 2ാം തവണയും മികച്ച പുരുഷ താരമായി ലാലിയൻ സുവാല ചാത്കെ. AC മിലാനിലേക്ക് ചേക്കേറി സ്പാനിഷ് താരം അൽവാരോ മൊറാട്ട 4 വർഷത്തെ കരാറിൽ ഒപ്പിട്ടു. സീരിയ ക്ലബ് താരത്തെ സ്വന്തമാക്കിയത് അത്ലറ്റിക്കോ മാഡ്രിഡിൽ നിന്ന്. ഇംഗ്ലണ്ടിനായി റെക്കോർഡിട്ട മാർക്ക് വുഡ് ഇംഗ്ലീഷ് മണ്ണിൽ ഏറ്റവും വേഗമേറിയ ഓവർ എറിഞ്ഞ ഇംഗ്ലണ്ട് താരമായി. ദേശീയ ഫുട്ബോൾ ടീം പരിശീലകനെ ഉടൻ പ്രഖ്യാപിക്കുമെന്ന് അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷൻ. 25 പേരടങ്ങുന്ന അന്തിമ പട്ടിക തയ്യാറാക്കിയത് ആക്ടിംഗ് ജനറൽ സെക്രട്ടറി M സത്യനാരായണൻ. കഴിഞ്ഞ ജൂണിലാണ് പരിശീലകനായി ഇഗോർ സ്റ്റിമാക്കിനെ പുറത്താക്കിയത്. സ്വീഡിഷ് ഓപ്പൺ സെമി ഉറപ്പിച്ച് റഫേൽ നദാൽ. ക്വാർട്ടറിൽ അർജന്റീനയുടെ മെറിയാനോ നവോണിനെ പരാജയപ്പെടുത്തി. ഗംഭീറുമായുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഇന്ത്യൻ ടീമിനുള്ളിലെ താരങ്ങളുടെ ബന്ധത്തെ ബാധിക്കില്ലെന്ന് വിരാട് കോഹ്ലി. ഇന്ത്യൻ ടീമിന്റെ നേട്ടങ്ങൾക്കായി ഒരുമിച്ച് പ്രവർത്തിക്കുമെന്ന് താരം. IPL-ൽ നിരവധി തവണ മൈതാനത്തിരുവരും തീപ്പൊരി ഏറ്റുമുട്ടലുകൾ നടത്തി. വനിതാ ഏഷ്യ കപ്പിൽ ഇന്ന് ഗ്രൂപ്പ് ബി പോരാട്ടം. ടൂർണമെന്റിലെ ആദ്യ ജയം തേടി മലേഷ്യയും തായ്ലൻഡും നേർക്കുനേർ. വനിതാ ഏഷ്യ കപ്പിൽ ഇന്ത്യക്ക് വിജയത്തുടക്കം. പാകിസ്ഥാനെ 7 വിക്കറ്റിന് തകർത്തു. 109 റൺസ് വിജയലക്ഷ്യം. 15-ാം ഓവറിൽ ഇന്ത്യ മറികടന്നു. 3 വിക്കറ്റ് വീഴ്ത്തി ദീപ്തി ശർമ്മ കളിയിലെ താരം. പാകിസ്ഥാനെതിരായ മിന്നും പ്രകടനത്തിൽ മനസ്സ് തുറന്ന ഇന്ത്യൻ വനിതാ താരം ദീപ്തി ശർമ്മ. ഇന്ത്യൻ ബോളിംഗ് നിര മികച്ച പ്രകടനമാണ് പുറത്തെടുത്തത്. മാഞ്ചസ്റ്റർ യുണൈറ്റഡ് താരം മാർക്കസ് രാഷ്ഫോർഡിന് ഡ്രൈവിംഗ് വിലക്ക്. അമിത വേഗത്തിൽ വാഹനം ഓടിച്ചതിനാണ് 6 മാസത്തേക്ക് വിലക്ക്. വിലക്കിന് പുറമെ 1666 പൗണ്ട് പിഴയും കോടതി ചെലവും നൽകാനും ഉത്തരവ്. മനുഷ്യൻ ചന്ദ്രനിൽ ഇറങ്ങിയിട്ട് ഇന്നേക്ക് 55 വർഷം. 1969 ജൂലൈ 20-നാണ് മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ ഇറങ്ങിയത്.